നമസ്കാരം, ഞാൻ ഡോക്ടർ വിദ്യാ വിമൽ. നമ്മുടെ കുഞ്ഞുമക്കൾക്ക് നെബുലൈസേഷൻ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുക. കുഞ്ഞുങ്ങൾക്ക് നെബുലൈസേഷൻ കൊടുക്കുമ്പോൾ പലരും ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ തനിയെ നെബുലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ചെറിയ ചുമ, മൂക്കൊലിപ്പ് തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരും ചോദിക്കും, നെബുലൈസേഷൻ ചെയ്താൽ കൂടില്ലല്ലോ, അങ്ങനെ ചെയ്യരുത്, അത് തെറ്റായ ധാരണയാണ്. ഒരു ഡോക്ടർ നിർദ്ദേശിക്കുകയാണ്, ചെസ്റ്റ് സയൻസ് ഉണ്ട്, നെബുലൈസേഷൻ ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ മാത്രമേ നെബുലൈസേഷൻ ചെയ്യാൻ പാടുള്ളൂ. നെബുലൈസ് ചെയ്യുന്നത് മെഡിസിൻസ് ഉപയോഗിച്ചിട്ടാണ്. അതൊരു മെഷീനാണ്. അത് ഡെലിവറി ചെയ്യുന്നതിനകത്ത് മെഡിസിൻസ് ഉപയോഗിച്ചിട്ടാണ്. പലതരം മെഡിസിൻസ് ഉണ്ട്. ബ്രോങ്കോ ഡയലേറ്റേഴ്സ് ഉണ്ട്, സ്റ്റിറോയിഡ്സ് ഉണ്ട്. അങ്ങനെയുള്ള മെഡിസിൻസിനൊപ്പം ചിലപ്പോൾ സലൈൻ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള മെഡിസിൻസിൽ ഏത് വേണം, ഏതാണ് കുട്ടിയുടെ കണ്ടീഷന് നല്ലതെന്ന് ഡോക്ടറാണ് നിർദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ പ്രധാന കാര്യം, കടുത്ത ചുമ, ശ്വാസം മുട്ട് ഒക്കെ ഉള്ള കുട്ടികളെ ഒരിക്കലും ഓക്സിജൻ സപ്പോർട്ട് ഇല്ലാതെ വീട്ടിൽ നെബുലൈസ് ചെയ്യുന്നത് കുഞ്ഞിന്റെ ജീവന് തന്നെ അപകടത്തിലാണ്. കുഞ്ഞിന്റെ ഓക്സിജൻ സാച്ചുറേഷൻ കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഡോക്ടറുടെ നിർദ്ദേശം അല്ലാതെ ഒരിക്കലും നെബുലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യരുത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നെബുലൈസേഷൻ സലൈൻ സുരക്ഷിതമാണെന്ന് കരുതി പലരും കൊടുക്കാറുണ്ട്. അപ്പൊ ഹൈപ്പർട്ടോണിക് സലൈൻ, 3% ഹൈപ്പർട്ടോണിക് സലൈൻ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ഡോക്ടർ നിർദ്ദേശിക്കാറുണ്ട്. സലൈൻ ഒരു സുരക്ഷിതമായ ഒന്നാണെന്ന് കരുതി വീട്ടിൽ നെബുലൈസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും കുഞ്ഞു വാവകൾക്ക് ശ്വാസം മുട്ട് കുറയുന്നതിന് പകരം ചിലപ്പോൾ കൂട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്സിജൻ സപ്പോർട്ടോട് കൂടി മാത്രമേ നെബുലൈസേഷൻ ചെയ്യാവൂ ഹൈപ്പർട്ടോണിക് സലൈനിൽ. അത് ഏറ്റവും സുരക്ഷിതം കുഞ്ഞു വാവകൾക്ക് ഹോസ്പിറ്റലിൽ തന്നെ മാത്രമേ നെബുലൈസ് ചെയ്യാൻ പാടുള്ളൂ. ഈ കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുക. ചുമയും പനിയും ഒരു നെബുലൈസേഷന് അടിസ്ഥാനമല്ല. ഡോക്ടർ നിർദ്ദേശിക്കുകയാണെങ്കിൽ മാത്രം ചെയ്യുക.